ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ചക്കപ്പഴം പൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ട് ഫ്രൈ बनाने जा रहे हैं. ऐसे है दिखाएंगे. ഞങ്ങൾക്ക് ഇന്ന് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. വരിക്കച്ചക്കയാണ്. സാധാരണ ഞങ്ങൾക്ക് ഇവിടെ വരിക്കച്ചക്ക കിട്ടാറേ ഇല്ല. വരിക്കച്ചക്ക നട്ടാലും ശരി അത് കൂഴച്ചക്കയായി പോകും. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ये केरला का स्पेशल जैक फ्रूट है, वो इसमें से हम बनाएंगे. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. एक പാൻ रखा है, वो भी गरम भी हो गया. ചൂടായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഗീ ഡാൽഡ്. നോക്കിയേ, ചക്ക മുഴുവനും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് വരിക്കച്ചക്കയാണ്. എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇത് അരിഞ്ഞിട്ടുള്ളൂ. ये थोड़ा मिला है और इसलिए हम थोड़ा छोटा छोटा काट के रख दिया है जैक फ्रूट. वो घी में डाल दें. ये तगैयातुंड ये नहीं होगा, इसलिए हम देखिए इधर का कटल, पक्का वाला कटल फ्रीज करके रखा था. इन ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന കൂഴച്ചക്കയുടെ ജ്യൂസാണ്. वो भी डालेंगे. जैक फ्रूट प्यूरी है, वो भी डाल के हम लोग फ्राई करेंगे. फ्रीजറിൽ വെച്ചിരുന്ന കുഴച്ചക്കയുടെ ജ്യൂസ് ആയിരുന്നു. നോക്കുന്നു, നമുക്കിത് വേവിക്കാൻ വെക്കാം. देखिए वो जैक फ्रूट प्यूरी हम अभी लूज हो गया. देखिए अच्छा से बंद करके अभी पकने के लिए रखेंगे. ചക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. कटल अच्छा से पक गया. अभी हम जैगरी डालें. गुड़ इसका पाउडर मिला है, इसलिए हम ऐसे डाला है. ഞാൻ എനിക്ക് ശർക്കരയുടെ പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് മണ്ണൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇടുക. 1 കപ്പ് ശർക്കര, 1 കപ്പ് ഗൂഡ് ഡാലിന് വെള്ളമൊഴിച്ച് നമുക്കിത് സാധാരണ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് വെള്ളമില്ലാതെ നമുക്ക് പറ്റിച്ചെടുക്കാൻ പറ്റും. गूड़ पानी बना के डालने से भी अच्छा है, लेकिन ये ऐसे डालेगा तो ज़्यादा पानी नहीं होगा. हम लोग का ये स्टफ़ थोड़ा തിക്ക് होना चाहिए. നമ്മുടെ ഇത് സ്റ്റഫ് നല്ലതായിട്ടൊന്ന് കുറുകി നല്ല പറ്റി വരണം. അതുകൊണ്ടാണ് ശർക്കര പൊടിച്ചത് ഞാൻ ഇട്ടത്. നമുക്ക് ഇതിന് ആവശ്യം ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ आधा नारियल लिया है, वो भी डालेंगे इसमें. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ വഴറ്റാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ചീനി लिया है. इसमें ഇലൈച്ചി और സോണ്ട്, ഏലക്കായും ചുക്കുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഒന്ന് പൊടിച്ചെടുക്കാം. थोड़ा പൗഡർ കരയെങ്കിൽ ഏലക്കായും ചുക്കും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇലൈച്ചി और സോണ്ട് പൗഡർ किया वो इसमें डालेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छा से मिक्स करना है. നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് मैदा എടുത്തിട്ടുണ്ട്. 1 कप मैदा दिया है. एक बर्तन में डालना है. 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. थोड़ा नमक डालेंगे. 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. കറുത്ത ജീരകം, 1 ടേബിൾ സ്പൂൺ കാലാ ജീരകം, वो भी डालेंगे. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. दूध डाल के बनाएंगे. आधा कप अभी डाला है. മൈദ റെഡിയാക്കി കഴിഞ്ഞാൽ നോക്കിക്കേ, ഇഡ്ഡലി മാവിൻ്റെ പരുവായിരിക്കണം. അത്രയും തിക്നെസ് വേണം. ഇഡ്ഡലി കാ ബാറ്റർ കാ ഇത്ര തിക്നെസ് चाहिए. देखिए നമുക്ക് ഇനി ചക്ക എടുക്കാൻ. ഇതിനകത്തുനിന്ന് നമുക്കിത് ചക്കക്കുരു മാറ്റണം. ചക്കക്കുരു മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്റ്റഫ് വെക്കാൻ. इसमें से बीजा निकालना है. वो कैसे है दिखेंगे. एकदम बीज से काटना है. ഇടയ്ക്ക് ഒന്ന് നമുക്ക് മേലോട്ട് പോകരുത്. താഴെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചക്കക്കുരു ഇങ്ങനെ അടത്തിയെടുക്കാം. കൈയിട്ട് ഇങ്ങനെ അടത്തിയെടുക്കണം. മേളിൽ പൊട്ടിക്കാതെ എടുക്കണം. അധികം മേളിൽ പൊട്ടിക്കരുത്. ऊपर में ज़्यादा फटना नहीं है. नीचे से इसका मंजी निकालना है. ऐसे होना चाहिए. इधर से काटना है. ചക്കക്കുരു നല്ലതായിട്ട് ഇറങ്ങി വരും. ഓക്കെ, ഇതുപോലെ നമുക്കെല്ലാം
വൃത്തിയാക്കി വെക്കാം. ऐसे ही सब करना है. നമ്മുടെ ചക്ക വഴറ്റാൻ വെച്ചിരിക്കുന്നത് റെഡി ആയി കഴിഞ്ഞു. നോക്കി, ഈ പരുവത്തിലായിരിക്കണം തിക്നെസ്. ऐसे ही होना चाहिए इसका. ഈ സമയത്ത് ഇത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇത് अभी ഓഫ് करके ठंडा करने के लिए रखेंगे. ചക്ക വഴറ്റിയത് तणुत കഴിഞ്ഞു. अभी कटल ठंडा हो गया. उसमें थोड़ा काजू डाला है, छोटा छोटा काट के फ्राई करके डाला है. ഇത്തിരി കശുവണ്ടി ഞാൻ ചെറുതായിട്ട് വറുത്തിട്ടിട്ടുണ്ട്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫില്ലിങ്ങിന് നമുക്ക് ഇത്രയും ടൈറ്റ് ആയിരിക്കണം. ऐसे ही टाइट होना चाहिए. 15 मिनट നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 15 मिनट ऐसे ही रेस्ट करने के लिए रखा था. अभी इसमें हम अभी 1/4 टीस्पून हल्दी पाउडर डालते, 1/4 टीस्पून മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ബാറ്ററിനകത്തൊന്ന് മിക്സ് ചെയ്യാം. इसमें मिक्स करना है. നമ്മുടെ ചക്ക വഴറ്റിയത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞ് अभी ठंडा हो गया कटल. अभी एक काम करना है, पहले थोड़ा घी लगा दीजिएगा हाथ में. നമ്മുടെ കയ്യിലോട്ട് ഇത്തിരി നെയ്യ് എടുത്തിട്ട് നമുക്ക് ചക്കയുടെ സൈസ് അനുസരിച്ച് അകത്ത് എത്ര ഫില്ല് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള ഉരുളകൾ ഉണ്ടാക്കി വെക്കാം. ഞാൻ ഓരോരോ ബോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ऐसे बॉल बना के रखा है. कटल में कैसे फिल करता है दिखाएंगे. हम लोग कटल से बीजा निकाला है, उधर वो फिल करना है. നമ്മൾ ചക്കക്കുരു എടുത്ത ഭാഗത്തോട്ട് നമ്മുടെ ഈ സ്റ്റഫ് ചക്ക വഴറ്റിയത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൂടുതലുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയേക്കണം. ज़्यादा है तो निकाल दीजिएगा. देखिए ऐसे करके सब रखना है. चक्क वഴറ്റിയത് വെച്ച് ചക്ക മുഴുവനും ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞു. कटल का अंदर में वो स्टफ पूरा रख दिया है. देखिए सब ऐसे ही बनाया है. ഇതെല്ലാം ഞാൻ സ്റ്റഫ് ചെയ്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മൈദയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൈദാമേ ഡാലിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ऐसे रोल करना है. देखिए ഇങ്ങനെ നമുക്ക് എല്ലാം റോൾ ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററിനകത്ത് മുക്കിയിട്ട് വറക്കാനിടാം. हम लोग बनाया बैटर में डाल के फ्राई करेंगे. ചക്ക വറക്കാനിട്ട് നോക്കിക്കേ, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് अच्छे से नीचे फ्राई हो गया. अभी पलटी करेंगे. फ्राई हो गया, निकाल देंगे. इतना नल्लाയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യത്തേത് എടുത്തു, രണ്ടാമത്തേത് കൂടെ ഇട്ട് കൊടുക്കാം. पहले वाला निकाल दिया था, अभी दूसरा डालेंगे. നമ്മുടെ ഫില്ലിങ് ഇങ്ങനെ ഉണ്ടാക്കി വഴറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക എപ്പോൾ കിട്ടിയാലും ഇതുപോലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാനോ ചക്ക വഴറ്റിയെടുക്കാനോ താമസം വരുന്നത്. और फिलिंग बना के रखेगा तो फ्रिज में रखेगा तो कटल मिलने का टाइम ऐसे जल्दी हो जाएगा बनाने के लिए. इधु आई കഴിഞ്ഞു. ये भी हो गया, निकाल देंगे. ഇപ്പോൾ നമുക്ക് ഇത് എടുക്കാം. നമ്മുടെ രുചികരമായ ചക്ക പഴംപൊരി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग घर में ट्राई करके थोड़ा देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.